Alhamdulillahilladzi anzala ala abdihil kitaba wa lam yaj'al lahu 'iwaja huwallazi arsala rasulahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal musyrikun. Asyhadu an la ilaha illallah wahdahu la syarika lah wa asyhadu anna Muhammadan abduhu wa rasuluh. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Ayyuhal ikhwatul ahibba, usikum wa iyaya awwalan bitaqwa. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അനേക കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. വ്യത്യസ്ത ആശയക്കാരും ചിന്താഗതിക്കാരും വിശ്വാസക്കാരും അഭിപ്രായക്കാരും വീക്ഷണക്കാരുമാണ് അവരൊക്കെ. ഈ ദുന്യാവിലെ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതല്ല, അനന്തമാണ് ജീവിതം. ഈ ദുന്യാവിലെ ജീവിതം കഴിഞ്ഞാൽ ആത്മീയ ലോകത്ത്, പരലോകത്തൊരു ജീവിതം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതിൽ തന്നെ വിവിധ തരക്കാരുണ്ട്. ഈ ജന്മം ഇവിടെ മോശമായി ജനിച്ചാൽ അടുത്ത ജന്മം, പുനർജന്മത്തിൽ ഇവിടെ തന്നെ മറ്റു ചില ജന്തുക്കളായി പുനരവതരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. റീഇൻകാർണേഷൻ, പുനർജന്മം. അതല്ല, ഈ ജീവിതം പൂർണ്ണമായി അവസാനിച്ചതിന് ശേഷം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായി അവിടെ ഒരു പുതിയ ജീവിതം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഈ ഓരോ വിശ്വാസത്തിന്റെയും ആളുകളുടെ ഭൗതിക ജീവിത പ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ദുന്യാവ് മാത്രം ഉദ്ദേശിക്കുന്നവന് ഇവിടെ മാക്സിമം എൻജോയ് ചെയ്യാനുള്ള, അനുഭൂതികൾ ആസ്വദിക്കാനുള്ള ത്വരയായിരിക്കും. കാരണം മരണം കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ഉണ്ടാവില്ല. അപ്പൊ കിട്ടുന്നത് മുഴുവനും അടിച്ചു മാറ്റി പൊടിച്ച് ജീവിക്കുവാനുള്ളതാണ് അത്തരം ആളുകളുടെ ചിന്താഗതി. പരലോകത്ത് ഒരു വിചാരണയിൽ ഹാജരാക്കിയിട്ട് ഇവിടെയുള്ള അനുഭവങ്ങൾ, ഇവിടെയുള്ള സംഗതികളെ സംബന്ധിച്ച് ചോദ്യം ചെയ്ത് രക്ഷാശിക്ഷാ വിധി ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാവും ചിന്താഗതിയും പെരുമാറ്റവും പ്രവൃത്തിയും. അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ട് അതിനൊരു പ്ലാൻ നിശ്ചയിച്ചു. അപ്പൊ ജീവിത യാഥാർത്ഥ്യം മനുഷ്യനെ അല്ലാഹു തആല പഠിപ്പിക്കുക. ഈ ദുന്യാവിലെ ജീവിതം ഒരു താൽക്കാലിക ജീവിതമാണ്. ഇവിടെയുള്ള വിഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനും
അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാശ്വതമായ പരലോക ജീവിതത്തിലെ വിജയം നേടാനുമാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആരെയും അടിച്ച് വിശ്വസിപ്പിക്കുന്ന ഒരു ഏർപ്പാട് പടച്ചതമ്പുരാൻ സ്വീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് മനുഷ്യന് വിശ്വാസ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഫമൻ ശഅ ഫൽയുമിൻ വമൻ ശഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവനെ വിശ്വസിക്കുകയും ഇഷ്ടമുള്ളവനെ നിഷേധിക്കുകയും ചെയ്യാം. വിശ്വസിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഇങ്ങനെയായിരിക്കും, നിഷേധിച്ചാലോ അതിന്റെ ഫലങ്ങൾ ഇന്നതായിരിക്കും. വിശ്വസിച്ചിട്ട് വഞ്ചിച്ചാൽ കപടവിശ്വാസി എന്നുള്ള നിലയിൽ അതിന്റെ ഫലം ഇങ്ങനെയായിരിക്കും എന്നൊക്കെ വ്യക്തമായി ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ വഴി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് മുൻകാല പ്രവാചകന്മാർ പഠിപ്പിച്ചതും തന്നെയാണ്. പുതുതായി ഒന്നും പഠിപ്പിക്കുന്നില്ല. അടിസ്ഥാനപരമായി ഓരോ കാലഘട്ടത്തിന് ആവശ്യമായ വൈജ്ഞാനിക നിലവാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഉദാഹരണങ്ങളും ചരിത്ര സംഭവങ്ങളും ഒക്കെ എടുത്തു കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഐഹിക ജീവിതത്തിന് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിലവിലുള്ളത്. സമകാലിക ലോകത്തെ ഏത് സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഭൗതിക ജീവിതത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച്, അതിൻ്റെ മെച്ചത്തെയും മേന്മയും സംബന്ധിച്ചുള്ള ചർച്ചകളും ചിന്തകളുമാണ് ഉണ്ടാകുന്നത്. സമകാലിക വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ, അത് പ്രിന്റ് മീഡിയ ആയാലും ഇലക്ട്രോണിക് മീഡിയ ആയാലും, മനുഷ്യൻ ഇവിടെ നിന്ന് മരിച്ചു പോയിട്ടൊരു ജീവിതം ഉണ്ടാകും, അതുകൊണ്ട് എന്തെങ്കിലും ഈ ജീവിതത്തിൽ അതിനുവേണ്ടി സമ്പാദിക്കണമെന്ന് സന്ദേശം നൽകുന്ന കാര്യങ്ങൾ വളരെ 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 ചുരുക്കമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് അതൊക്കെ മാറ്റിച്ചുകൊണ്ട് ഒരുതരം പൊലിമയുടെയും പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ കഥകളാണ് യഥാർത്ഥത്തിൽ വാർത്തകളായി വരുന്നത്. വിവാഹ വാർത്തകൾ ഗംഭീരങ്ങളായ വിവാഹ വാർത്തകൾ പത്രത്തിൽ വലിയ ന്യൂസാണ്. ഇപ്പം നടികളുടെയും നടന്മാരുടെയും വിവാഹമോചനങ്ങളും അതുപോലെ ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ മനുഷ്യ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ന് ഈ വക മീഡിയകൾ ഉപയോഗപ്പെടുന്നത് എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ പല സംരംഭങ്ങളെ സംബന്ധിച്ച് നോക്കിയാലും ദുന്യാവിൽ കിട്ടുന്ന സുഖത്തെക്കുറിച്ചും മേന്മയെക്കുറിച്ചും ആകർഷകമായ രീതിയിൽ പരസ്യപ്പെടുത്തുന്ന വ്യവസായ സംരംഭങ്ങളും അതുപോലെ കച്ചവട കേന്ദ്രങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നുള്ള നല്ലത് തന്നെ. പക്ഷേ ഇതിലൊക്കെ മനുഷ്യനങ്ങനെ വല്ലാണ്ട് മയങ്ങിപ്പോയാൽ അവസാനം ചതുക്കുഴിയിൽപ്പെട്ട് ജീവിതം നഷ്ടമാകും എന്നൊരു യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പല കോലത്തിൽ പഠിപ്പിക്കുന്നു. അത് ഒരു വളരെ അർത്ഥവത്തായ ഒരു ഉപമ ഖുർആന്റേതായ ശൈലിയിൽ സൂറത്തുൽ ഹദീദിലെ 1-2 ആയത്തുകളാണ് നിങ്ങളുടെ മുന്നിൽ ആദ്യം ഓതി കേൾപ്പിച്ചത്. യഅലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബും വലഹും വസീനത്തും വതഫാഖറും ബൈനകും വതകാഥറും ഫിൽ അംവാലി വൽ ഔലാദ്. മനുഷ്യരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ ലോക ജീവിതം, ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വിനോദം, ഒരു കളിതമാശ പോലെയാണ്. അത് അലങ്കാരമാണ്, അത് പൊങ്ങച്ച പ്രകടനമാണ്. സ്വത്തുക്കളിലും സന്താനങ്ങളിലുമുള്ള പെരുപ്പം കാണിക്കലാണ്. ആ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഈ വലിയ കാര്യമായി നാം കൊട്ടിഘോഷിക്കുന്ന ഈ ഭൗതിക ജീവിതത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊരു കളിതമാശ പോലെ പൊങ്ങച്ച പ്രകടനങ്ങളാണ്. അതുപോലെ പെരുപ്പം കാണിച്ച് പറയലാണ്. എനിക്കിന്നൊരു മകനുണ്ട്, അവൻ എല്ലാത്തിനും പറ്റും, അതുകൊണ്ട് എനിക്ക് ശേഷം അവനാവണം നേതാവ് എന്ന് വിചാരിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എനിക്കിത്ര സ്വത്തുണ്ട്, അത് എന്നെ വെല്ലാൻ ആരുമില്ല. ലോകത്തിലെ തന്നാട്യന്മാരുടെ പട്ടികയിൽ വരുമ്പോൾ ഞാൻ 146-ാമതായിരുന്നത് ഇനി 125-ാമതാവണം, അതിനിത്തരം പരിപാടി നടത്തുന്നുണ്ട് എന്ന വാർത്തകൾ ഇന്നുണ്ട് പത്രത്തിൽ. ഇതൊക്കെ ഒരുതരം പെരുമ കാണിക്കലും പൊങ്ങച്ച പ്രകടനവുമാണ് ദുന്യാവിൽ. സത്യത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ വികസനത്തിനും ശാന്തിക്കും ആശ്വാസത്തിനും യഥാർത്ഥത്തിൽ ഈ പെരുമ കാണിക്കലും പൊങ്ങച്ച പ്രകടനങ്ങളും ഒരിക്കലും പ്രയോജനപ്പെടുത്തില്ല. നല്ല വലിയ പന്തലിട്ട് കല്യാണം നടത്തി 5000, 10,000, 2000, 3000 ആളുകളെ വിളിക്കുന്നവൻ യഥാർത്ഥത്തിൽ പരലോക ജീവിതത്തിന് വേണ്ടിയല്ല മത്സരിക്കുന്നത്, ഭൗതിക ജീവിതത്തിൻ്റെ പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നുള്ള ഒരു സംശയമില്ല. ആർക്കും, സത്യവിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ പോലും അതിൽ നിന്നും
യഥാർത്ഥത്തിൽ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് സമകാലിക ലോകത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റാറ്റസ് നമ്മൾ എന്തൊക്കെയോ ധരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്തള്ളിപ്പോവും, മോശക്കാരനായി പോകുന്നു. സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 2 പൂറി ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാൽ അതിലാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ ആശ്വാസവും സമാധാനവും ജീവിത വിജയവും ഒക്കെ നിലകൊള്ളുന്നതെന്ന തെറ്റായ ധാരണയിലാണ് സത്യത്തിൽ സമകാലിക സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ പണ്ടുണ്ടായിരുന്നു. ഇതെല്ലാം മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ ഭൗതിക ജീവിതം ത്യജിച്ചിട്ട് എല്ലാവരും കൂടി പള്ളി മൂലയിൽ കുത്തിയിരുന്ന് തസ്ബീഹ് അടിച്ചോളണം എന്ന് പറയാൻ വേണ്ടി അല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും തൂഫികളായി നിങ്ങൾ ഭയങ്കരമായ താടിയും ദീക്ഷയൊക്കെ വളർത്തി നിങ്ങൾ മലയടി വാരത്തിൽ പോയി തസ്ബീഹും ദിക്റുമായി കഴിഞ്ഞുകൊള്ളണം എന്ന് പറയാനില്ല. ഭൗതിക ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ പ്രേരിപ്പിക്കില്ല. കാരണം വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹിൻ എന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. ഈ ഭൂമുഖത്ത് നിങ്ങൾക്കൊരു ജീവിതം സംവിധാനിച്ച നാമാണ്. ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾ ജീവിതമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ദുന്യാവിലെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പ്രേരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു. ഈ ഭൗതിക ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതൊരു മഴ പോലെയാണ്. അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ. ആ മഴയിൽ കുതിർത്ത പുതിയ ചെടി അത് തളച്ചു വളർന്നു വരുന്നപ്പോൾ കർഷകൻ ആശ്ചര്യമുണ്ടായി. കർഷകനെ ആശ്ചര്യപ്പെടുത്തുന്ന ആ കൃഷി കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ഞളിച്ചു പോയി. അത് ഉണങ്ങി വൈക്കോലായിപ്പോയി. ഫതറാഹു മുസ്ഫറ, മഞ്ഞ നിറമായി. സുമ്മ യകൂനു ഹുതാമ, അത് വൈക്കോ തുരുമ്പായി മാറി. ആദ്യം ഉണങ്ങുന്നു, മഞ്ഞളിച്ച് വൈക്കോൽ തുരുമ്പായി മാറുന്ന ഒരു കൃഷിയുണ്ടല്ലോ, ഒരു തൽക്കാലം മഴയിൽ കുറിത്ത ഒരു കൃഷി, വളരെ ഗൗരവപരമായി ആലോചിക്കാൻ പറയാം. അതുപോലെയാണ് ഈ ഭൗതിക ജീവിതത്തിലെ വിഭവങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. അതിൻ്റെ പിന്നാലെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ, അത് മാത്രം ലക്ഷ്യം വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു കാലത്തും നിലനിൽക്കില്ല എന്നുള്ളതാണ് സത്യം. കർഷകന്മാർക്കറിയാം, ഇനിയൊരു കച്ചവടമായാൽ അത് തഴച്ചു വളർന്ന് വലുതായി അതുമാത്രം ലക്ഷ്യം വെച്ച് ആരെങ്കിലും പോയാൽ ആ കച്ചവടം എല്ലാ കാലത്തും നിൽക്കില്ല. കച്ചവടം ചെയ്യുന്ന ഇവനും നിലനിൽക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മറിച്ച് പരലോകത്തെ സ്ഥിതി അങ്ങനെയല്ല. പരലോകത്ത് അവിടെ നടക്കാൻ പോകുന്നത് യഥാർത്ഥമായ ഒരു വിചാരണയും ശാശ്വതമായ ഒരു വാസകേന്ദ്രവുമാണ്. നന്മയായാലും തിന്മയായാലും, അതായത് രക്ഷയായാലും ശിക്ഷയായാലും. പരലോകത്ത് എന്തെങ്കിലും ലഭിച്ചാൽ ഒരിക്കലും അത് അവസാനിച്ചു പോവുകയില്ല. ദുന്യാവിലൊരു കൃഷി അത് മഞ്ഞളിച്ചു പോയിക്കൊണ്ടേയിരിക്കും. വീണ്ടും കിട്ടിയാലും വീണ്ടും മഞ്ഞളിക്കും. അവൻ്റെ ആയുസ്സിൽ കിട്ടാവുന്നുള്ളതിനൊരു കണക്കുണ്ട്. അപ്പോൾ ഈ ദുന്യാവിൽ എന്തെല്ലാം നേടിയാലും, എത്ര സമ്പാദിച്ചാലും, എത്ര മക്കളുണ്ടാക്കിയാലും, എത്ര പൊങ്ങച്ചം നടിച്ചാലും, എത്ര പെരുമ കാണിച്ചാലും ഇതെല്ലാം അവസാനിച്ചു പോകും എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തന്നിട്ടുള്ളത്, ഇത് ആസ്വദിക്കാനുള്ള മനസ്സും ഇത് സമ്പാദിക്കാനുള്ള കഴിവും ശേഷിയും നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങളെ പരിശോധിക്കാൻ. അയ്യുക്കും അഹ്സനു അമല ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ആരാണ് ഇതെല്ലാം കൊണ്ട് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. നമ്മൾ ഈ പൈസയും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകില്ല. കുറെ ആളുകൾക്ക് നൽകുകയും കുറെ ആളുകൾക്ക് നൽകാതിരിക്കുകയും ചെയ്യും. നൽകിയവനോട് പറഞ്ഞ് നൽകാത്ത കുറെ സഹോദരങ്ങൾ നിന്റെ ചുറ്റിലുമുണ്ട്. അവരുടെ ക്ഷേമാന്വേഷണം സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ്. അവനവിടെ പട്ടിണി പേക്കോലമായ തെരുവുകൾ തെണ്ടുമ്പോൾ നമ്മൾ 5000 10,000 ഭയങ്കരമായ സദ്യ പോകുമ്പോ പെൺകുട്ടിക്ക് മാറ്റാൻ 20,000 10,000 15,000 രൂപ കൊടുത്ത് ബ്യൂട്ടീഷ്യൻ ഏർപ്പാടാക്കും. തൊട്ടപ്പുറത്ത് 2-3 വീടുകൾ പുറന്നിറങ്ങി നിൽക്കുന്ന 3-4 കുട്ടികളെ കല്യാണം കഴിക്കാൻ കഴിയാതെ മഹല്ലുകളുടെ സർട്ടിഫിക്കറ്റുകളുമായി പള്ളിദൂരങ്ങളിൽ തെണ്ടി നടക്കുന്ന നമ്മൾ കാണുമ്പോഴാണ് നമ്മളെ വീട്ടിൽ ഈ സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും ഒഴിവല്ല, പൈസക്കാരൻ ആരും ഒഴിവല്ല. ഇത് പറയാൻ തന്നെ പറ്റാത്തൊരു സാഹചര്യം. പറയുന്നവൻ മോശക്കാരനും സമൂഹത്തിന്റെ സ്റ്റാറ്റസിന് പറ്റാത്തവനുമായ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം നിലനിന്നുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ
ഇതൊക്കെ പൊങ്ങച്ചത്തിന്റെ, അഹങ്കാരത്തിന്റെ, പെരുമ കാണിക്കുന്ന മാത്രമേ പരിഗണിക്കുള്ളൂ. നശിച്ച് നാമാവിശേഷമാകാൻ പോകുന്ന കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ട് നീ തൽക്കാലം പൊങ്ങച്ചം കാണിച്ചാൽ പരലോകത്തെത്തുമ്പോൾ വേദനാജനകമായ ശിക്ഷ. മറിച്ച് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ നിന്റെ ആവശ്യം കാണുകയും സഹോദരനെ അല്ലാഹുവിന്റെ പേരിൽ ചെയ്താൽ നിന്റെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി നിനക്കുണ്ടാവുകയും ചെയ്യുമെന്ന് പച്ചയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ഓരോരുത്തർക്കും നൽകപ്പെട്ടതിൽ അവരവരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന ഒരു ബോധം മനുഷ്യ മനസ്സിൽ അലങ്കരിപ്പിക്കുകയും കിട്ടിയ വിഭവങ്ങൾ ദൂരത്തടിച്ച് കളയുന്നത് പൊങ്ങച്ചവും അഹങ്കാരവും പെരുമ നടിക്കലുമാണ് എന്ന യാഥാർത്ഥ്യം മനുഷ്യ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഭാഗത്തുനിന്ന് മാറ്റമുണ്ടാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഇത് നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിയമം മൂലം നിരോധിച്ചുകൊണ്ട്, കയൽത്തുറുങ്കിൽ അടച്ചുകൊണ്ട്, ജയിലിൽ അടച്ചുകൊണ്ട് ഈ ആഭാവത്തെ മാറ്റാൻ സാധ്യമാവുകയില്ല. മനുഷ്യ മനസ്സിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിൽ ഇത് പരലോകവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തിക്തയാഥാർത്ഥ്യങ്ങൾ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തൊരു ഭൂകമ്പമുണ്ടായി. ഒരുപാട് ആളുകൾ ഭൂമിക്ക് അടിയിൽപ്പെട്ടു. അവരത് ആ ഭൂകമ്പത്തിൽ ഇറങ്ങി വേദനിക്കുമ്പോൾ നമ്മുടെ പട്ടണങ്ങളിൽ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീതി പറയുന്ന ആൾക്കാർക്ക് കാണാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ സാധ്യമാവില്ല. കാരണം നാം നേരത്തെ പറഞ്ഞതുപോലെ നിയമങ്ങളൊന്നും ശരിയാക്കാൻ ആരുടെയെങ്കിലും ധനമുണ്ടെങ്കിൽ, സ്വത്തുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ അവന്റെ മനസ്സ് തുറക്കണം. അത് ആത്മാർത്ഥമായി പാവങ്ങൾക്ക് കൊടുക്കാൻ, മറ്റുള്ളവരെ രക്ഷിക്കാൻ ഇവന്റെ മനസ്സ് യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. കാരണം എനിക്ക് ആരോഗ്യവും പണവുമുണ്ട്. ഇത് വെറും താൽക്കാലികമാണ്. ഇന്നലെ പെയ്ത മഴയിൽ ഇന്ന് കുരുത്ത തകരയെപ്പോലെ വർണ്ണശോഭമായ സംഗതി പ്രതീക്ഷാനിർഭരമാണെങ്കിലും അവസാനം നിരാശയുടെ പടുകുഴിയിലാണ് അത് നിങ്ങളെ എത്തിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം വിഭവങ്ങൾ വഞ്ചനയുടേതല്ലാതെ മറ്റൊന്നുമല്ല. ഈ പൊങ്ങച്ചം കാണിക്കുകയും അഹങ്കാരം കാണിക്കുകയും പെരുമ നടിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഐഹിക ജീവിതത്തിന്റെ വിഭവങ്ങൾ വെറും വഞ്ചനയുടെ വിഭവങ്ങളായിരിക്കും. മതാഉൽ ഹസനല്ല. കാരണം അവരുടെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരലോകത്തിന് വേണ്ടി അവരൊന്നും സമ്പാദിച്ചിട്ടില്ല. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ വീടുകളിലും അതുപോലെ നാട്ടിലുമൊക്കെ നടക്കുന്ന സംഗതികളിൽ, സൽക്കാരങ്ങളിലും കല്യാണങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടിയാണോ യഥാർത്ഥത്തിൽ നമ്മൾ മത്സരിക്കുന്നത്, പണം ചെലവഴിക്കുന്നത്? അതല്ല ഈ പൊങ്ങച്ച പ്രകടനങ്ങൾക്കാണോ എന്നുള്ളത് നമ്മൾ തന്നെ വിലയിരുത്തിയാൽ മതിയെന്ന്. മത്സരിക്കേണ്ടത് പൊങ്ങച്ചത്തിലല്ല, മത്സരിക്കേണ്ടത് പെരുമനാടിക്കലിലല്ല, അലങ്കാരാർഭാടങ്ങളിലല്ല മത്സരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനടി പറഞ്ഞു തരുന്നു, സാബിഖു സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ് ഉഇദ്ദത്തിൽ ലില്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി. അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരുടെ മത്സരരംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. സാബിഖു വേറെ സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് ഓടി വരാനാണ് മത്സരിക്കേണ്ടത്. നിങ്ങൾ അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് തമ്പുരാന്റെ പാപമോചനത്തിലേക്ക് ഓടി വരാൻ, അതുവഴി ഒരിക്കലും അവസാനിച്ചു പോകാത്ത സ്വർഗം അറിഞ്ഞ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ഈ തൽക്കാലമുള്ളത് നശിച്ചു പോകുന്നതാണ്. അള്ളാഹുവിന്റെ സ്വർഗം അത് നശിക്കാത്തതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഭൂമി തന്നെയാണ്, പക്ഷേ അത് നശിക്കാനുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹു ഒഴികെ ബാക്കിയെല്ലാം ഇവിടെ നശിപ്പിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും. മഹിതപ്രതാപത്തിന്റെയും ഔദാര്യാനുഗ്രഹങ്ങളുടെയും നാഥനായ നിന്റെ രക്ഷിതാവിന്റെ തിരുമുഖം മാത്രം അവശേഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവശേഷിപ്പിക്കുന്നതാണ് സ്വർഗം. അതിലാണ് ശാശ്വതമായ ജീവിതം, ആനന്ദത്തിന്റെ ജീവിതം.
അല്ലലില്ലാത്ത, കുഴപ്പമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത ജീവിതം, ആർക്കും ആരെയും ഭയക്കേണ്ടാത്ത ജീവിതം, അസൂയയും പകയും വിദ്വേഷവും കൊലപാതകവും ഒന്നുമില്ലാത്ത ജീവിതം, എന്നും ശാന്തി. ഉദ്ഖുലുഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്, ശാന്തിയോടെ പ്രവേശിച്ചുകൊള്ളുക, അത് നിത്യാനന്ദത്തിന്റെ ദിവസമാണെന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇല്ലാ ഖീലൻ സലാമൻ സലാമ. ഖുർആൻ നമുക്ക് ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടു തരികയാണ്. ഇതാ ശാന്തി ശാന്തി എന്ന മന്ത്രവുമായി നിങ്ങളെ വരവേൽക്കുന്ന മാലാഖമാര് ഉള്ള ഏറ്റവും ഉത്തമമായ ആ ഗേഹമുണ്ടല്ലോ, അതാണ്. അത് സമ്പാദിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൗന്ദര്യം തന്നത്, ഈ വിദ്യാഭ്യാസം തന്നത്, ഈ ധനം തന്നത്, ഈ തടി തന്നത്, ഈ ആരോഗ്യം തന്നത്, ഈ കച്ചവട കേന്ദ്രങ്ങൾ തന്നത്, ഈ കൃഷിയിടങ്ങൾ തന്നത്, ഈ വാഹനങ്ങൾ തന്നത്, ഈ റോഡുകൾ ഉണ്ടാക്കി തന്നത്, ഈ പാലങ്ങൾ ഉണ്ടാക്കി തന്നത്, അതുപോലെ പല വൃക്ഷങ്ങൾ തന്നത്, സന്താനങ്ങളെ തന്നത്, നിങ്ങൾക്ക് ആ പരലോകത്ത് ഒരു ജീവിത വിജയം കൈവരിക്കുന്നതിന് വേണ്ടിയാണ്. മനസ്സിലാകുന്നുണ്ടോ മനുഷ്യന്മാരെ? ഇതല്ല നിങ്ങൾ കാണുന്നതെങ്കിൽ ഇല്ലാ മതാഅൽ ഗറൂർ, നിങ്ങൾ വഞ്ചനയുടെ, നിങ്ങളുടെ മക്കളൊക്കെ ശത്രുക്കളായി മാറും, വഞ്ചനയുടെ വിഭവങ്ങളായി ഇതെല്ലാം പരിണമിക്കും. നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ ശ്വാസം അനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടേതല്ല, അനന്തരാവകാശികളുടേതാണ്. ശരീരത്തിന് നിങ്ങൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ എടുത്തുകൊണ്ട് നടക്കാൻ നിങ്ങളുടെ കാലുകൾക്ക് സാധ്യമാവുകയില്ല. മനോഹരമായ മുഖത്തുള്ള കണ്ണുകൾ കുഴിഞ്ഞുള്ളിലേക്ക് പോകും, കവിളുകൾ ഒട്ടിപ്പോവും, പല്ലുകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയില്ല, നിങ്ങളുടെ കിഡ്നി തകരാറായി പോവും, നിങ്ങളുടെ ഹാർട്ട് ഫെയിലാവും, നിങ്ങളുടെ കരള് കുഴപ്പമാവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ മതാഉൻ ഹസനായി പ്രയോജനപ്പെടുത്താനുള്ള, നല്ല കാലത്ത് പ്രയോജനപ്പെടുത്താതെ ഇതുകൊണ്ട് സുഖിച്ചാൽ, പെരുമ കാണിച്ചാൽ, അഹങ്കാരം നടിച്ചാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് വഫിൽ ആഖിറതി അദാബുൻ ഷദീദ്, വളരെ വളരെ വേദനാജനകമായ ശിക്ഷ എന്നുള്ള സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് മത്സരിക്കേണ്ടത് അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കാണ്, ആകാശഭൂമികളുടെ പ്രവിശാലതയുള്ള സ്വർഗത്തിലേക്ക് വേണ്ടിയാണ്, സ്വർഗത്തിന് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ആ സ്വർഗത്തിന് വേണ്ടിയാണോ നമ്മൾ ജീവിതത്തിന്റെ ഓരോ അരങ്ങിലും മത്സരിക്കുന്നത് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. അങ്ങനെ ആത്മപരിശോധന നടത്തി വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീതനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരകത അലാ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹിബ്ബ ഊസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു ഭൗതിക ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞ യാഥാർത്ഥ്യം വ്യക്തമായി മനസ്സിലാക്കുകയും കുടുംബങ്ങളിലുള്ളവരെയും സഹോദരങ്ങളെയും സമൂഹത്തെയും അത് പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഓരോ സത്യവിശ്വാസികളുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലഭ്യമാകുന്ന സ്വർഗത്തിലേക്കാണ് നമ്മളെ പ്രയാണം. ആ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പൊങ്ങച്ചങ്ങളും അഹങ്കാരങ്ങളും ഏത് ഇതിൻ്റെ പേരിലായാലും നടത്താൻ പാടില്ല. നടത്തുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും അതിൽ പോയി കൂടാതിരിക്കുകയും ചെയ്യുന്നത് സത്യവിശ്വാസങ്ങളുടെ ഭാഗമാണ്. അത് മനസ്സിലായില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, മനസ്സിലായാലോ അതീവ മധുരവുമാണ്. അനന്തമായ പരലോകത്തെക്കുറിച്ച് ചിന്ത അവൻ്റെ മനസ്സിലാക്കാൻ ആസ്മാനത്തല്ല തുറന്നു. ഈ ദുന്യാവിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് വലിയ സംഗതിയായി തോന്നുന്നുണ്ട്. പരലോകത്തിൽ നിന്നും ദുന്യാവിൽ അതീവ നിസ്സാരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരൊറ്റ സംഗതി, അവിടെയുള്ള ജീവിതത്തിന്റെ നീളം അവസാനിക്കാത്തതാണ്. ഇവിടെ മൊത്തം ജീവിത കാലം ഒരാളിന് 50, 60, 100, 120 ഒക്കെ ഉണ്ടാകും. മൊത്തം കാലം എടുത്താലും മറ്റതുമായിട്ടൊരു കാര്യമില്ല. അപ്പോൾ മനസ്സിലാക്കാൻ പര്യാപ്തമായ നിലയിൽ ഇപ്പൊ കിട്ടിയതെല്ലാം എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ ആളൊക്കെ കൊടുത്ത് ഒതുങ്ങിയൊക്കെ ജീവിച്ചാൽ ആകപ്പാടെ കുലുമാലാവുമെന്ന് വിചാരിക്കുന്ന ആളുകൾ പണ്ടുണ്ടായിരുന്നു.
ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ പൈസയൊക്കെ മറ്റുള്ളവർ കൊടുക്കുകയെ, അവരൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയത്. എന്തിനാണ് ആർഭാട അലങ്കാരങ്ങൾ കാണിക്കാതിരിക്കുന്നത്? അതിങ്ങനെ സ്വരൂപിച്ച് വെച്ച് പാവപ്പെട്ടവനെ വിതരണം ചെയ്യണം. അത് ആർഭാട അലങ്കാരം ഒന്നും കാണിക്കാതെ സ്വരൂപിച്ച് ബാങ്ക് ബാലൻസ് വെച്ചിരുന്നാലും അല്ലാഹ് വിടൂല, അങ്ങോട്ട് കൊടുക്കണം. ഇൻഫാഖുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാനാ. അപ്പൊ ഇതൊക്കെ ആളുകൾക്ക് വാരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വയസ്സുകാലത്ത് ബുദ്ധിമുട്ടി പോവില്ലേ, പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നബി പറഞ്ഞു കൊടുക്കുക, മാ അസാബ മിൻ മുസീബത്തുൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഈ ഭൂമിയിലോ നിന്റെ ശരീരത്തിലോ സംഭവിക്കുന്ന ഏതൊരാപത്തും അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സംഭവിച്ചതൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണ്. അതിൽ ബേജാറായിട്ടൊരു കാര്യമില്ല. വിധിയുടെ രഹസ്യം മനസ്സിലാകുന്നവന് ആപത്തുകളൊക്കെ നിസ്സാരമായി തോന്നുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അപകടം പറ്റി, രോഗം പിടിച്ചു, മരിച്ചുപോയി, ദാരിദ്ര്യം കുടിയും, അതുപോലെ തന്നെ പല തരത്തിൽ നമ്മൾ വിചാരിക്കുന്ന ആപത്തുകൾ, നഷ്ടങ്ങളൊക്കെ പറ്റുമ്പോൾ നമ്മൾ വളരെ ബേജാറാവും. ഒരു ബേജാറും ആവശ്യമില്ല. കാരണം ശാശ്വതമായ സ്വർഗത്തിലേക്കുള്ള ഡെപ്പോസിറ്റുകളാണ്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഇത് മനസ്സിലാക്കൽ ലേശം ബുദ്ധിമുട്ടാണ്. എനിക്ക് പനി വരുമ്പോൾ, എൻ്റെ മകൾക്ക് രോഗം വരുമ്പോൾ, കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ, ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, ഇതൊക്കെ ഞാൻ സഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് വമ്പിച്ച പ്രതിഫലം ലഭിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. ഒരു ലേശം ബുദ്ധിമുട്ടില്ലാതെ തരാൻ പറ്റിയ സാധനം നല്ല സ്വർഗം. അപ്പം നല്ലോണം ബുദ്ധിമുട്ടിച്ചിട്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല തരൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തെങ്കിലും തരണമെങ്കിൽ നല്ലവണ്ണം ശരിക്കും പിഴിഞ്ഞിട്ട് സത്തെടുക്കണ കോലത്തിലാണ്. എല്ലാ തരത്തിലുള്ള വഴിയും പരീക്ഷിച്ചിട്ട് ക്ഷമയെ പരീക്ഷിച്ചിട്ടേ അല്ലാഹു തരൂ. അഥവാ എന്തെങ്കിലും വളരെ സൂത്രത്തിൽ കിട്ടിക്കഴിഞ്ഞാലോ വേറെ എന്തെങ്കിലും അല്ലാഹു അടിച്ചെടുത്ത് മാറ്റുകയും ചെയ്യും. അതിങ്ങനെ ലൈഫ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അധ്വാനത്തിൻ്റെ ഭാരവും വേദനയുടെ പ്രയാസവും അള്ളാഹുവിൻ്റെ പേരിൽ ക്ഷമയോടെ തരണം ചെയ്യുന്നവനാണ് ഇതവിടെ എത്തുന്നത്. നിനക്ക് വിധിച്ചത് മാത്രമേ സംഭവിക്കുകയുള്ളൂ, വേറെ ഒന്നും സംഭവിക്കൂല. ഇതെന്തിനാ പറഞ്ഞു തരുന്നതെന്ന് പറയുന്നു. അത് അള്ളാഹ്ക്ക് എളുപ്പമുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല. കൈലാ തഅസു അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നിനക്ക് പറ്റിയ നഷ്ടത്തെക്കുറിച്ച് നീ വേവലാതെ ഉണ്ടാവാതിരിക്കാനും, നിനക്ക് കിട്ടിയ സന്തോഷങ്ങളെക്കുറിച്ച്, നിനക്ക് നന്മകളെക്കുറിച്ച് നീ ആഹ്ലാദഭരിതരാവാതിരിക്കാനും. കിട്ടിയിട്ട് ആഹ്ലാദിക്കാൻ പറ്റൂല, കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് സങ്കടപ്പെടാനും പറ്റൂല, നിവൃത്തിയില്ല, രാജിവെച്ച് പോകാനും പറ്റൂല, ആത്മഹത്യ ചെയ്താലും നടക്കത്തുള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മര്യാദയ്ക്ക് പറയാം, പടച്ചോൻ തന്നതാണ്, അൽഹംദുലില്ലാഹ്, ഞാൻ അത് മറ്റുള്ളവർ കൊടുക്കുന്നു. ഇപ്പോൾ എനിക്ക് പടച്ചോൻ തന്നിട്ടില്ല, അൽഹംദുലില്ലാഹ്, ഞാൻ ക്ഷമിക്കുകയാണ്, പടച്ചോൻ എനിക്ക് കൂലി തരുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സമീപനം നീ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നിനക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതെല്ലാം നാം തീരുമാനിക്കാത്ത യാതൊന്നും സംഭവിക്കില്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമൻ യുമിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. ഒരു അല്ലാഹുവിന്റെ അനുമതി കൂടാതെ ആർക്കും ഒരു ആപത്തും ബാധിക്കില്ല. ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അവന് അതിനെ അതിജയിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. യഹ്ദി ഖൽബഹു. അപ്പൊ വിശ്വസിച്ചാൽ, വേണ്ടവണ്ണം വിശ്വസിച്ചാൽ ഏത് വൈതരണിയും അതിജയിക്കാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു എനർജി, ഒരു ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. അല്ലാതെ പൊങ്ങച്ചം കാണിക്കുന്ന അഹങ്കാരം, അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരികളെ അതുപോലെ ദുരഭിമാനികളെയും ഒന്നും പടച്ചവനോട് ചോദിക്കാതെ ഇങ്ങനെ ദുരഭിമാനം പഠിച്ചു നടക്കുക, അവനെയും അഹങ്കാരികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം. എന്നിട്ട് ഒരു താക്കീതും കൂടെ, ഇന്നല്ലദീന യബ്ഖലൂന യഅ്മുറൂന അന്നാസ ബിൽ ബഖ്. ഇങ്ങനെ ചെലവഴിക്കാൻ പറയുമ്പോൾ അതിന് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുക, അതിനെയും ബഖ്ല്. അതായത് ലുബ്ദ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെലവഴിക്കാത്തല്ല, ആവശ്യമില്ലാത്ത മേഖലയിൽ ചെലവഴിക്കുന്നതിനും ലുബ്ദ് എന്നാണ് പറയുന്നത്. അത് ഡിക്ഷണറി നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ചെലവഴിക്കാതിരിക്കുക മാത്രമല്ല, ആവശ്യമില്ലാത്ത മേഖലയിൽ ധാരാളം ചെലവഴിക്കുക, ആവശ്യമുള്ള മേഖലയിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുക. അതിനാണ് ശരിക്കും ഇസ്ലാമിൻ്റെ ഭാഷയിൽ ലുബ്ദ് എന്ന് പറയുന്നത്. അങ്ങനെ സ്വയം ലുബ്ദ് കാണിക്കുകയും മറ്റുള്ളവരെ ലുബ്ദിന് പ്രേരിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരൊറ്റത്തനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഒമൻ യതവല്ല ആരെങ്കിലും
ഇതൊക്കെ ആ മുഹമ്മദിൻ്റെ കാലത്ത് പറയാനുള്ള എന്തോ സംഗതിയാണ്. ഈ മൊയിലാർക്ക് ഈ വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ മെമ്പറിൽ കയറിയിരുന്ന ആധുനിക കാലഘട്ടം ടെക്നോളജി ഇത്രയും വലിയ ഡെവലപ്പ് ചെയ്ത ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വികസനത്തിന് വേണ്ടി വളരെ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പിന്നോട്ടടിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അഭിമുഖീകരിക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ടയ്ക്കവനെന്ന്. ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുത്യർഹനം പരാശ്രയമുക്തനുമാണ്. ഇത് അള്ളാഹ്ക്ക് വേണ്ടി പറയാ. അള്ളാഹുവിന് ആരുടെയും ആശ്രയമില്ല. ഈ പ്രപഞ്ചത്തിന്റെ ആവശ്യമില്ല, മനുഷ്യരുടെ ആവശ്യമില്ല, ആരുടെയെങ്കിലും സപ്പോർട്ടും ആവശ്യമില്ല, പിന്തുണയും ആവശ്യമില്ല. എല്ലാവരും കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രമേയം പാസാക്കിയാൽ അള്ളാഹുവിന്റെ മഹത്വത്തിന് ലേശവും കൂടുതലുള്ള അനുഭവപ്പെടില്ല. എല്ലാവരും കൂടി അള്ളാഹുവിനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി ഇല്ല എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ ഔന്നത്യത്തിന് യാതൊരു കുറവും സംഭവിക്കില്ല. സൃഷ്ടികൾക്ക് അള്ളാഹുവിന്റെ മഹത്വത്തിൽ തൊട്ട് കളിക്കാൻ സാധ്യമാകാത്ത വിധം അജയ്യനും പ്രതാപശാലിയുമാണ് നിന്റെ രക്ഷിതാവ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് അവന്റെ ഔദാര്യത്തിൽ കഴിയുന്ന അവന്റെ സൃഷ്ടികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തി വിജയത്തിന്റെ മാർഗത്തിലേക്ക് വന്നാൽ നിനക്ക് തന്നെ നീ നന്മ ചെയ്താൽ അതിന്റെ നന്മ നീ തന്നെ അനുഭവിക്കും. നീ തിന്മ ചെയ്താലോ നാം നിന്നെ അതിന്റെ രുചി അനുഭവിപ്പിക്കാതെ വിടുകയില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഇതാർക്കും അല്ലാഹു ഹുവൽ ഹഖ് വയഖൂലുൽ ഹഖ്. അല്ലാഹ് എന്നത് സത്യമാണ്, അവൻ സത്യം മാത്രമേ പറയുള്ളൂ. ആ സത്യത്തിന് സാക്ഷികളാവാമെന്ന നമ്മൾ യഥാർത്ഥത്തിൽ ആ മാർഗത്തിൽ എത്രമാത്രം മുന്നോട്ട് പോകുന്നു എന്ന് ഓരോ നിമിഷവും ആത്മപരിശോധന കൊണ്ട് നടത്തിക്കൊണ്ട് വിജയത്തിന്റെ മാർഗത്തിലേക്ക് പോകാൻ അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളഅന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയം ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, മുഴുവൻ എല്ലാ ആളുകൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുടെ കബറിടങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ നിന്ന് അകലെ ജീവിക്കുന്ന ആളുകൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. എല്ലാവിധ അനാവശ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആർഭാട അലങ്കാരങ്ങളിൽപ്പെട്ട് ജീവിതം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ നാഥ. പടച്ച തമ്പുരാനെ, ശരിയായ നിലയിൽ ദീൻ മനസ്സിലാക്കാനും ജീവിക്കാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും അങ്ങനെ ശാന്തമായി നിന്നിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ നികത്തി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസം സമാധാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി മാറ്റണേ തമ്പുരാനെ. അവരുടെല്ലാം പ്രകാശപൂരിതങ്ങളാക്കണേ തമ്പുരാനെ. മഹ്ശറയിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണേ നാഥ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിക്കണേ നാഥ. തട്ടിക്കളയാതെ ഉത്തരം തരണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.